ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്ന ചൂര മീൻ കൊണ്ടൊരു അച്ചാറാണ്. 1/2 കിലോ ചൂര കട്ട് ചെയ്തെടുത്ത് കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് പുരട്ടി വെച്ചു. പിന്നെ അതിലേക്കുള്ള വെളുത്തുള്ളി 50 ഗ്രാം എടുത്തിട്ടുണ്ട്, ഇഞ്ചി 25 ഗ്രാം, പച്ചമുളക് 4 എണ്ണം കീറി വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് കറിവേപ്പില. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അടുപ്പ് വെച്ച് കുറച്ച് കടുകൊന്ന് വറുത്തെടുക്കണം. ആദ്യം തന്നെ നമുക്ക് അടുപ്പ് കത്തിച്ചൊരു കടായി വെച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കടുകൊന്ന് ചൂടാക്കി എടുക്കണം. കാരണം വെയിലില്ല, അല്ലെങ്കിൽ വെയിലത്ത് വെച്ചാണ് ഉണക്കി എടുക്കാനുള്ളത്. ഇപ്പോൾ വെയിലില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടുകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചൂടാക്കി എടുക്കാം, കാരണം ചൂടാക്കിയാലേ ഇതിൻ്റെ തോല് പോവുള്ളൂ. അപ്പം നമ്മൾ നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചാൽ മതി. നല്ല ഉണങ്ങുമ്പോൾ നന്നായിട്ട് തോല് പോവുകയും ചെയ്യും, കളറും ചേഞ്ച് ആവില്ല. പക്ഷെ നമ്മൾ ഇതിൽ വറുത്തെടുക്കുമ്പോൾ കളറ് ചേഞ്ച് ആവും, ഒരു മഞ്ഞ കളർ കിട്ടില്ല. ഉണക്കിയെടുത്ത നല്ല മഞ്ഞ കളറിൽ തന്നെ അതിൻ്റെ പരിപ്പ് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ആയിട്ടുണ്ട്, നമുക്കിത് ഇറക്കി വയ്ക്കാം. ഈ മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ തന്നെയാണ് ഞാൻ വറുത്തെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ മീൻ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമുക്ക് കടുക് ഇതിലോട്ടിട്ട് ഇതിലോട്ടിട്ടൊന്ന് തോട് കളഞ്ഞെടുക്കാം. ഇതിൻ്റെ ഇതേപോലെ നന്നായിട്ട് നമുക്ക് ഒരു നഴിയോ ഒരു കുപ്പിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഉരുട്ടിയെടുത്താൽ മതി. തോല് കളഞ്ഞു പോകും, തോല് കളഞ്ഞു കിട്ടും. തോല് ഇളകിയിട്ടുണ്ട്. ഇതൊന്ന് പാറ്റി ഇതൊന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മൂക്കണം. ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരിയിട്ട് ബാക്കിയും കൂടെ ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മീനെ ഞാൻ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് തയ്യാറാക്കി നോക്കാം. ഇതിലേക്ക് ഒരു കടായി ഞാൻ എടുത്ത് വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നോക്കാം. തയ്യാറാക്കുക. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഇഞ്ചിയും പച്ചമുളകും കൂടെ ഞാൻ ഇതിലേക്ക് ഇടും. കടുക് ഞാനിത് ഇട്ടിട്ടില്ല, കാരണം കടുക് ഞാനിങ്ങനെ തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ കടുക് ഇടണമെന്നും വേറെ കടുക് ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം. ഇഞ്ചിയെല്ലാം നന്നായിട്ട് വറവായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ടു. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയായിട്ട് കൊടുക്കുന്നുണ്ട്. എടുത്ത വെള്ളം അല്പം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ മീനിൽ ഉപ്പിട്ടോണ്ട് കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ. ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയാണ്. ഓൾറെഡി ഇതിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടി ഒരു നുള്ള്, അതായത് ഒരു പിഞ്ച് ഇട്ടിട്ടുണ്ട്. വറുത്ത് തോല് കളഞ്ഞു വെച്ചിരിക്കുന്ന കടുകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇറക്കാറായിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഞാൻ സ്റ്റൗ ഓഫാക്കി അല്പം ഒന്ന് തണുത്തിട്ട്, ഈ ചൂടോടെ മീൻ ഇടരുത്, കാരണം മീൻ ഒരുമാതിരി ആയി പോവുക. അപ്പം നമുക്ക് അല്പം ഒന്ന് ചൂട് മാറിയിട്ട് ഇട്ട് കൊടുക്കാം. അത് കുറച്ച് തണുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. നമുക്ക് തണുക്കാൻ വയ്ക്കാം. കുരുമുളക് കൂടുതൽ ചേർത്തതുകൊണ്ടാണ് മുളക് പൊടി കുറച്ചത്. നമ്മുടെ മീൻ അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.